സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടക്കുന്ന മാനസിക നിലയിലേക്ക് എത്തിച്ചു. ഏറ്റവും അവസാനം കൈകളിൽ ചാനൽ റിപ്പോർട്ട് ചെയ്ത 16 സീറ്റ് കിട്ടുമെന്ന് കണ്ടുകൊണ്ട് ജൂൺ 4 വോട്ടെണ്ണലിന് മുമ്പ് തന്നെ 29-ാം തീയതി ഇതിന് ആന്റിറ്റി പദ്ധതിയായി സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പിനെ ചുമതലപ്പെടുത്തിക്കൊണ്ട് ആക്ച്വറിയെ വെച്ചു. ആക്ച്വറികളെയൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. സെക്രട്ടേറിയറ്റിൽ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് നമ്മുടെ ഒപ്പമുണ്ട്. ഒരുപാട് പേർ ഇവിടെ രാഷ്ട്രീയപരമായിട്ട് നമ്മുടെ ഇടനാഴികളിലൂടെയൊക്കെ കറങ്ങി നടന്ന ആളുകൾ റിട്ടയർ ചെയ്തതിനു ശേഷം വീണ്ടും 2.5 ലക്ഷം രൂപയ്ക്ക് കൂലിപ്പണിയായിട്ടാണ് നിൽപ്പുണ്ട്. അവരുടെ ജോലി എന്ന് പറയുന്നത് ഇതുപോലെയുള്ള കാര്യങ്ങൾ എഴുതി വെക്കുകയാണ്. ഞാൻ ആ മഹാന്മാരുടെ പേരൊന്നും പറയുന്നില്ല. മാന്യത ഉണ്ടെങ്കിൽ അവരെയൊക്കെ ഒരു ജനാധിപത്യ ജനകീയ സർക്കാർ പുറത്താക്കണം. മന്ത്രിമാർക്ക് വിലയില്ല എന്ന് കണ്ടുകൊണ്ട് അവരെ വെച്ചുകൊണ്ടാണ് പോകുന്നത്. ഇവരെ പിടക്കിട്ട വലിയ കുഴപ്പമുണ്ട്. ഇവർക്ക് ഈ തന്ത്രങ്ങളെല്ലാം അറിയാം. ഇവരെ പുറത്തുവിട്ടാൽ ഇവർ പുറത്തിറങ്ങി വന്നിട്ട് അല്ലാഹ് കി ഖസം അബൂ കാ ഹുക്കും തുറക്കൂ സീസേ എന്ന മന്ത്രം പറയും. ആ മന്ത്രം പറഞ്ഞാൽ നിലവറ തുറക്കും. ആ നിലവറ തുറന്നാൽ ജീവനക്കാരുടെയും അധ്യാപകരുടെയും 50,000 കോടി രൂപ അടിച്ചു മാറ്റിയതുണ്ട്. അതുപോലെ വീണ്ടും കൊള്ളയടിക്കാൻ നിൽക്കുകയാണ്. 8 നിലയിൽ തോറ്റു തുന്നം പാടിയപ്പോൾ CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി നടത്തിയ അവലോകന റിപ്പോർട്ട് താത്വികമായ അവലോകനമാണ് ഇപ്പൊ കാണുന്നത്. നിങ്ങൾ കാണുന്ന ഞാനല്ല, ഞാൻ കാണുന്ന നിങ്ങൾ എന്നൊക്കെ പറയുന്നത് പോലെ DA പറ്റിയും എല്ലാത്തിനെ പറ്റിയും താത്വിക അവലോകനം നടത്തിയിട്ട് പറഞ്ഞു, നമ്മൾ തോറ്റത് സർക്കാർ ഉദ്യോഗസ്ഥർ തിരിച്ചടിച്ചത് കൊണ്ടാണ്, അധ്യാപകർ തിരിച്ചടിച്ചത് കൊണ്ടാണ്, അവർക്ക് കിട്ടാനുള്ള ആനുകൂല്യം പിടിച്ചു വെച്ചത് കൊണ്ടാണ്. എന്താണ് സർക്കാരിന്റെ മുഖം? ആ മുഖം വികൃതമായിരിക്കുന്നു എന്ന് സർക്കാരിന് മനസ്സിലായി. അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. അതാണ് വരാൻ പോകുന്ന ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ അങ്ങ് കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള ജനാധിപത്യ വിശ്വാസികളായ ജീവനക്കാരും അധ്യാപകരും പൊതുസമൂഹവും സടകുടം എഴുന്നേറ്റിരിക്കുന്നു. ഇതിന്റെ തീനാളങ്ങളിൽ ഈ സർക്കാരിനെ വിഴുങ്ങുമെന്നുള്ളതിൽ സംശയമില്ല. ഞങ്ങൾക്ക് പറയാനുള്ളത് മര്യാദയുടെ ഭാഷയിൽ ഞങ്ങളുടെ ആനുകൂല്യങ്ങൾ കവർന്നെടുത്ത് ആനുകൂല്യങ്ങൾ ഒന്നൊന്നായി തിരിച്ചു തരണം. നിന്റെ ഒന്നും തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ലത്. സർക്കാർ ജീവനക്കാരുടെ അവകാശപ്പെട്ടതാണ്. പാവപ്പെട്ടവന്റെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരിയ ഏത് ഭരണാധികാരിയെയും തെരുവിൽ നേരിട്ട ചരിത്രമാണ് പ്രസ്ഥാനത്തിലുള്ളത്. സെക്ടർ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ ഈ കോരിച്ചെരിയുന്ന മഴയത്ത്, ഈ വലിയ മഴയത്ത് അതൊന്നും വകവയ്ക്കാതെ 100 കണക്കിന് പ്രവർത്തകർ ഇവിടെ എത്തിച്ചേർന്നു. എല്ലാവരെയും ഹൃദയത്തിന്റെ ഭാഷയിൽ അഭിവാദ്യം ചെയ്യുന്നു.